ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിക്കുന്നത് മാമലക്കണ്ടുള്ള മരം റിസോർട്ട് കാണട്ടോ. ഇവരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് മറ്റേ താലപ്പൊലി കയറ്റി വന്നിക്കണം. എന്താ പേര് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അറിഞ്ഞവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും. നമസ്കാരം. ഞങ്ങൾ ചതിയൻകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. നമ്മളിവിടെ എത്തിയപ്പോ നല്ല വൈകുന്നേരം ആയിക്കണ. മാത്രല്ല മഴയൊക്കെ പെയ്തോണ്ടിരുന്ന നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഇവർ എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു അടിപൊളി ബാൽക്കണിയും മേലെ ഒരു ഓപ്പൺ ടെറസും ഒരു ബാത്ടബും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇതിനായിട്ട് നമ്മളൊരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ റൂമിന്റെ അവിടെ ഉള്ള ഈ ബാൽക്കണി അതിനുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ അതിലും മാരകമാണ്. പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ചായ കുടിക്കാനായിട്ട് പോയിക്കണം. ഈ ഒരു ടൈമിലൂടെ ടീയും കോഫിയും സ്നാക്സ് ഒക്കെ കിട്ടും. പക്ഷെ എന്റെ കണ്ണ് നേരെ പോയിക്കണായിരിക്കണം 3 കുപ്പിയിലാണ്. എന്താ ചെയ്യാ മക്കളെ, കുഞ്ഞു മനസ്സല്ലേ. അങ്ങനെ നമ്മളൊരു അടിപൊളി ചായയൊക്കെ കുടിച്ച് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർക്ക് ഇരിക്കാൻ ഇട്ടാ. രാഹുൽ വന്നിട്ട് രാഹുലിന്റെ കഥയും പറയുന്നുണ്ട്, എന്റെ ജാസിന്റെ കഥയും പറയുന്നുണ്ട്. എന്താ ചെയ്യാ, ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കല്ല. അപ്പൊ ഒന്നും പറയാൻ പറ്റൂലല്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവര് പറയണത് തന്നെയാണ് ശരിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായിക്കാരം. അങ്ങനെ ഇവരെ കഥകളൊക്കെ കേട്ടിരുന്നപ്പോൾ പിന്നെ രാത്രി അങ്ങനെ നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കാനാണ് പോയിക്കണം. ഇവിടെ റെസ്റ്റോറന്റിലാണെങ്കിൽ അത്യാവശ്യം സീറ്റും കാര്യങ്ങളുണ്ട്. മാത്രമല്ല കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊന്നും പിന്നെ എനിക്കറിയാത്തോണ്ട് പിന്നെ പ്രശ്നമില്ല. ഒക്കെ ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നുള്ളൂ. കാരണം ഞാൻ ഇവിടെ 2 ദിവസം നിൽക്കുന്നുണ്ട്. ഈ 2 ദിവസം കൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് പഠിച്ചിട്ട് പേരെ കൊണ്ടുള്ളൂ. ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ടൊന്നും പഠിച്ചിട്ടാണ്ടെങ്കിൽ എന്റെ മാപ്പിളനെ തിരിച്ചുണ്ടാവുക. അല്ലാക്കറിയാം ഇപ്പൊ ഇവിടെ ഇട്ട് പോവാ. അങ്ങനെ നമ്മള് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കില്ല. നല്ല തട്ടിലാണ്ട് തട്ടിക്കണം. സംഭവം നൈസ് ഫുഡ്. പിന്നെ ആ ഒരു പ്രശ്നം വിശപ്പിന്റെ അസുഖങ്ങളോട് പൈച്ചിട്ട് കണ്ണാണ്ടിരുന്നു. എന്താ ചെയ്യാ. ഈ കണ്ടതൊക്കെ ആയിട്ട് നമ്മളതിന് മുകളിൽ കൂടെ ഐസ്ക്രീമും പാടി തന്നിക്കണം. ഇതൊക്കെ പാട് എന്റെ പള്ളിക്കാണ് പോയിക്കണ ചോദിക്കട്ടെ. 2 വയറ് വാടക എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്തായാലും ഇന്നൊക്കെ തയ്ക്കണം. അൽഹംദുലില്ലാ റാഹത്ത്. ബാക്കി നാളെ നോക്കാം.